മലയാളത്തിന്റെ പ്രിയ കവി ONVക്ക് ഇന്ന് സാംസ്കാരിക കേരളം വിട നൽകും. അദ്ദേഹം തന്നെ നാമകരണം ചെയ്ത തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. സംസ്കാര ചടങ്ങിൽ യേശുദാസിന്റെ നേതൃത്വത്തിൽ ഗാനാർച്ചനയും നടക്കും. ഇപ്പോൾ അന്തരിച്ച ONVയുടെ മൃതദേഹം വിലാപയാത്രയായി സംസ്കാരം നടക്കുന്ന തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിശദാംശങ്ങളുമായി PP ജസീം ഉണ്ട്. ONVയുടെ വസതിയായ ഇന്ത്യവരത്തിൽ നിന്ന്. ജസീം, എപ്പോഴാണ് മൃതദേഹം എടുത്തത്? എപ്പോൾ തൈക്കാട് ശാന്തി കവാടത്തിലെത്തും? എന്താണ് മറ്റു വിശദാംശങ്ങൾ? അജിം, തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വവസതിയായ ഇന്ത്യവരത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചത്. വിലാപയാത്ര യായി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ശാന്തി കവാടത്തിലെത്തുകയും സമ്പൂർണമായ ബഹുമതികളോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്യും. എല്ലാവിധ സർക്കാർ ഔദ്യോഗിക ബഹുമതികൾ, പരിപൂർണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ശാന്തി കവാടത്തിൽ നടക്കുക. ഇന്ന് രാവിലെ 8:30 അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ അദ്ദേഹത്തിന്റെ വസതിയായ ഇന്ത്യവരത്തിൽ എത്തുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ജനപ്രവാഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിച്ചേരുകയും അദ്ദേഹത്തെ അവസാനമായി നോക്കിക്കാണുകയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. രാഷ്ട്രീയ രംഗത്തെ മിക്ക പ്രമുഖരും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് പുറമെ VS ശിവകുമാർ, മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുൾ റബ്ബ്, PJ ജോസഫ്, KC ജോസഫ് ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ, KP മോഹനൻ ഉൾപ്പെടെ നിരവധി മന്ത്രിമാർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ വിലാപയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശാന്തി കവാടത്തിലേക്ക് അദ്ദേഹം തന്നെ പേര് നൽകിയ തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും. ജസീം, ദയവായി തുടരുക. കൃപ നാരായണനുണ്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നിന്ന്. കൃപ, എപ്പോഴാണ് ONVയുടെ മൃതദേഹം അവിടെ എത്തുക? എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ നടക്കാനുള്ളത്? അജിംസ്, മലയാളത്തിന്റെ പ്രിയ കവിക്ക് ഉചിതമായ ഒരു യാത്രയയപ്പ് തന്നെയാണ് സാംസ്കാരിക കേരളം നൽകുന്നത്. അതിനുള്ള ഒരുക്കുന്ന ശാന്തി കവാടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം ONVയുടെ ഭൗതിക ശരീരം തൈക്കാട് ശാന്തി കവാടം, അദ്ദേഹം തന്നെ പേരിട്ട ശാന്തി കവാടത്തിലേക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ ONV കുറുപ്പിന്റെ മൃതദേഹം അല്പസമയത്തിനകം എത്തിച്ചേരും. അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നിരവധി പ്രമുഖർ തൈക്കാട് ശാന്തി കവാടത്തിൽ ONV കുറുപ്പിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി എത്തിച്ചേർന്നിട്ടുണ്ട്. PP ജസീം വീണ്ടും ചേരുന്നു. ജസീം, എത്ര മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവും? 10 മണിക്കാണ് ഔദ്യോഗികമായി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഏതാണ്ട് പറഞ്ഞ സമയത്ത് തന്നെ, കൃത്യസമയത്ത് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണ്ട് 10 മണിക്ക് തൊട്ടു മുൻപായി തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിൽ എത്തും. തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയുള്ള അദ്ദേഹം അർഹിക്കുന്ന ആദരവോടുകൂടിയുള്ള സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 10 മണിക്ക് പരിപൂർണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും കേരളം അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുക. 84 ഗായകർ അണിനിരക്കുന്ന ഡോക്ടർ KJ യേശുദാസ് നേതൃത്വം നൽകുന്ന ഗാനാർച്ചനയും ചടങ്ങിന്റെ ഭാഗമായി നടക്കും. കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്ന് അദ്ദേഹത്തിന് ആദരമർപ്പിച്ച് നിയമസഭാ സമ്മേളനം നടക്കുക. അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് നിയമസഭാ സമ്മേളനത്തിന്റെ നടപടികളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ആദരമർപ്പിച്ചുകൊണ്ട് ഇന്ന് നിയമസഭാ സമ്മേളനം പിരിയുകയും ചെയ്യും. ഈ സ്വഭാവത്തിലാണ് കാര്യങ്ങളുള്ളത്. ഇപ്പോൾ വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ശാന്തി കവാടത്തിലെത്തുകയും കൃപ വീണ്ടും ചേരുന്നു. കൃപ, ONV കുറുപ്പിന്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് അവിടെ എത്തിയോ? എന്തൊക്കെ ചടങ്ങുകളാണ് ഇനി നടക്കാനുള്ളത്?
അജിംസ് ONV കുറുപ്പിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഇപ്പോൾ തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹം തന്നെ നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് എത്തും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മലയാളത്തിന്റെ പ്രിയ കവിക്ക് സാംസ്കാരിക കേരളം ഉചിതമായ യാത്രയയപ്പ് നൽകുന്നത്. സാംസ്കാരിക കേരളം ഉചിതമായ യാത്രയയപ്പ് തന്നെയാണ് മലയാളത്തിന്റെ പ്രിയ കവിക്ക് നൽകുന്നത്. യേശുദാസിന്റെ നേതൃത്വത്തിൽ, ഗാനഗന്ധർവൻ യേശുദാസിന്റെ നേതൃത്വത്തിൽ 84 പേർ ചേർന്ന്, 84 ഗായകർ ചേർന്ന് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഗാനാർച്ചനയായി അദ്ദേഹത്തോടുള്ള ആദരാഞ്ജലിയായി അർപ്പിക്കും. അതിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങ് നടക്കുക. അല്പസമയത്തിനകം ONV കുറുപ്പിന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഇവിടെ സംഗീതാർച്ചനയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഗായകഗന്ധർവൻ യേശുദാസ് ഉൾപ്പെടെയുള്ളവർ സംഗീതാർച്ചനയിൽ പങ്കെടുക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കളക്ടർ ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രമുഖരെല്ലാം തന്നെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തും. രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വസതിയായ ഇന്ദീവരത്തിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രമുഖരെല്ലാം തന്നെ ഇങ്ങോട്ട് ഇവിടെ ശാന്തി കവാടത്തിലേക്കും അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകാനായി എത്തും. വലിയൊരു ജനാവലി തന്നെയാണ് മലയാളത്തിന്റെ പ്രിയ കവിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ, അന്ത്യയാത്രയൊരുക്കാൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. 10 മണിയോടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം തൈക്കാട് ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും മലയാളത്തിന്റെ പ്രിയ കവിക്ക് സാംസ്കാരിക കേരളം വിട നൽകുന്നത്. ഗാനാർച്ചനയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഗാനഗന്ധർവൻ യേശുദാസ് ഉൾപ്പെടെ 84 ഗായകർ അദ്ദേഹം രചിച്ച ചലച്ചിത്ര ഗാനങ്ങൾ അദ്ദേഹത്തിന് ഗാനാർച്ചനയായി നൽകും. തൈക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹം തന്നെ പേരിട്ട ശാന്തി കവാടം ആണ്. ശാന്തിയുടെ കവാടം എന്ന് അർത്ഥം വരുന്ന ശാന്തി കവാടത്തിലേക്ക് തന്നെയാണ് ONVയുടെ ശാന്തി കവാടത്തിൽ തന്നെയാണ് ONVയിൽ അന്ത്യവിശ്രമം കൊള്ളുക. ONVക്കുള്ള അന്ത്യവിശ്രമത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഭൗതിക ശരീരം ശാന്തി കവാടത്തിലേക്ക് എത്തിച്ചേരും. അന്തരിച്ച കവി ONV കുറുപ്പിന്റെ മൃതദേഹം തൈക്കാട് ശാന്തി കവാടത്തിൽ അല്പസമയത്തിനകം തന്നെ സംസ്കരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു തൈക്കാട് ശാന്തി കവാടത്തിൽ നിന്ന് കൃപാനാരായണനും ONVയുടെ വസതിയായ ഇന്ദീവരത്തിൽ നിന്ന് PP ജസീമും.